സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തുരുമ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ വീടുകളിലെ സ്റ്റെയർ കേസുകളിലും അതുപോലെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഏരിയകളിലെ ഗ്രില്ലുകളിലും ഹാൻഡ് റെയിലായിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തുകൊണ്ടാണ് ഈ തുരുമ്പ് ഉണ്ടാകുന്നത്? പലപ്പോഴും ശ്രദ്ധിക്കാവുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് എസ്എസിനകത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നിക്കലിന്റെ കോട്ടിംഗ് ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും എസ്എസിൽ തുരുമ്പ് വരുത്തില്ല. ഒരു 304 ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ 8.2 നിക്കലിന്റെ കണ്ടന്റ് കാണും. എസ്എസിന്റെ പൈപ്പിനകത്ത് തുരുമ്പിക്കൽ വരുന്ന പല കസ്റ്റമറും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ പോകുന്നത് ലിക്വിഡ് ഒഴിച്ച് നമ്മൾ തറ ക്ലീൻ ചെയ്യുമ്പോൾ പല ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ട്. ടൈൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ തുണി വെച്ചാൽ എന്ത് ചെയ്യും, ചില ആൾക്കാർ എസ്എസിന്റെ പൈപ്പിലേക്ക് ഒന്ന് തുടച്ചു വിടാറുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അത് തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മുക്കിയിട്ട് ആ തുണി വെച്ച് എന്ത് ചെയ്യുക, ആ ഒരു ലിക്വിഡ് വന്ന് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പുറത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല വീട്ടുകാർ എബ്രോഡ് പോകുന്നു, ഈ വീട് അടച്ചിട്ടേക്കും, അവിടെ ക്ലീൻ ചെയ്യാൻ ആരും കാണത്തില്ല. ആ സമയത്ത് പുറത്തെ ഡസ്റ്റും ഈർപ്പവും ചേർന്ന് ചെയ്യും, ഇതൊന്ന് കറക്കും. എസ്എസിൻ്റെ പൈപ്പ് മേടിച്ച് റെസ്റ്റായി പോയല്ലെന്ന് ചോദിക്കും. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, എസ്എസിൻ്റെ പൈപ്പ് ജസ്റ്റ് സാധാ തുണിയിൽ വെള്ളം മുക്കി തുടയ്ക്കണം. ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഡോട്ട് കയറിയാൽ പോലും എസ്എസിന് അകത്തോട്ട് എന്ത് ചെയ്യത്തില്ല. എസ്എസിൻ്റെ നിക്കലിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് 8.2 നിക്കലിൻ്റെ കണ്ടന്റ് 304 ഉള്ളതുകൊണ്ട് അകത്തോട്ട് എന്ത് ചെയ്തില്ല, തുരുമ്പ് കയറത്തില്ല. നമുക്കൊന്ന് റീപോളിഷ് ചെയ്താൽ ആ സാധനം എന്ന് മേടിച്ചാണ് അതുപോലെ തന്നെ വീണ്ടും കിടക്കും. ഇത്തരത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഓരോ പ്രോഡക്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ HHV's ഇൻഫ്രാമാർട്ടിന്റെ മെറ്റൽസ് ആൻഡ് ഫാബ് ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ്മാൻമാരുടെ സർവീസും നിങ്ങൾക്ക് ലഭ്യമാണ്.